ഈ പറഞ്ഞ രീതിയിൽ ബ്ലഡ് റിലേഷനിലുള്ളവർക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ സറക്സി ആക്ട് ആയി പാസ്സാക്കിയപ്പോ അതില്ല. 2022 മുതൽ പ്രാബല്യത്തിലുള്ള 2021 ആക്ടില് അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. അതായത് ബ്ലഡ് റിലേഷൻ വേണ്ട, ഇനി വില്ലിംഗ് വുമൺ, അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആണ്, ഇനി വില്ലിംഗ് വുമൺ എന്നുള്ള ടേം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഞാൻ പറയാം. അതെ ഡോക്ടറെ, ഈ പൊതുവെ നമ്മുടെ ഈ വനിതാ സമൂഹത്തിന് ഇത് കേൾക്കുമ്പോൾ ഒരു അപ്രോച്ച് എങ്ങനെയായി? ഇപ്പം കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് ഒരുപാട് മാറുകയാണ്. വിദേശ നാടുകളിലൊക്കെ ഇത് വളരെ സാധാരണ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. പൊതുവെയുള്ള അപ്രോച്ച് എങ്ങനെയാ വനിതകൾക്ക്? ഇതിൽ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് നമുക്ക് പേരന്റ്ഹുഡ് എന്ന് പറയുന്ന എല്ലാവരുടെയും ബേസിക് റൈറ്റ് ആണ്. അപ്പൊ അത് പല രീതിയിൽ നോർമലായിട്ട് പോകാത്തവരാണ് പലപ്പോഴും IVF-ന് വരിക, അതായത് ഓൺ യൂട്രസ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ യൂട്രസും യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഒരു സയൻസിന്റെ അഡ്വാൻസ്മെന്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്. അപ്പോൾ ആ രീതിയിൽ അതൊരു കൈൻഡ് ഓഫ് എ ബ്ലിസ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആണ് ഡെഫിനറ്റ്ലി. ആൻഡ് മദർ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു സറോഗേറ്റ് മദറിന് ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ കൊമേഴ്സ്യൽ സറോഗസി അല്ല, അവരുടെ വേജസ് ഡീസെന്റ് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അവർക്കും ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതേസമയം എക്സ്പ്ലോയിറ്റേഷൻ അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം. അപ്പം സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു റൂൾ കൊണ്ടുവരാനുള്ള കാര്യം, ഇന്ത്യ ഒരു 2002 മുതൽ 2015 വരെ ഇതിന്റെ ഒരു ഹബ്ബായിരുന്നു. ലൈക്ക് കൊമേഴ്സ്യൽ സറോഗസി നമ്മൾക്ക് ഫ്ലറിഷ് ചെയ്തിരുന്ന സമയത്ത്. അപ്പോൾ വളരെയധികം മാൽ പ്രാക്ടീസസ് വന്നു, സറോഗേറ്റിലുണ്ടായ കുട്ടികളെ അബാൻഡൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് വന്നു, അതുപോലെ സറോഗേറ്റ് മദേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ വന്നു. അങ്ങനെയാണ് ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് എൻഫോഴ്സ് ചെയ്തത്. അപ്പം രണ്ട് സൈഡിലും പ്രശ്നങ്ങളില്ലാതെ രണ്ടുപേർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് കൊണ്ടുപോകണം എന്നുള്ളത് ദാറ്റ്സ് എ ബ്ലെസ്സിങ്. ആക്ച്വലി സയൻസിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണിത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.